ജന്മനാട്ടിലേക്കുള്ള അർജുന്റെ മടക്കയാത്ര ശനിയാഴ്ച ഉണ്ടായേക്കും. ലോറിയുടെ ക്യാബിനിൽ നിന്ന് കിട്ടിയ ശരീരഭാഗങ്ങൾ DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഉച്ചയോടെയാണ് ലോറിയുടെ ക്യാബിൻ കരയിലെത്തിക്കാനായത്. കർണാടക സർക്കാരിന്റെ ചെലവിലായിരിക്കും മൃതദേഹം നാട്ടിലെത്തിക്കുക. ഏറെ ശ്രമകരമായാണ് ലോറിയുടെ ക്യാബിൻ മുകളിലേക്ക് എത്തിച്ചത്. ഒരേ സമയം 3 ക്രെയിനുകൾ പ്രവർത്തിച്ചായിരുന്നു. മുകളിലെത്തിച്ച ലോറിയുടെ ക്യാബിനിൽ കൂടുതൽ ശരീരഭാഗങ്ങൾ ഉണ്ടാകുമെന്ന് സംശയിച്ചെങ്കിലും ക്യാബിൻ പൊളിച്ച് നടത്തിയ പരിശോധനയിൽ കാര്യമായൊന്നും കണ്ടെത്തിയില്ല. ലോറിയുടെ ഡ്രൈവിംഗ് സീറ്റിന് സമീപത്ത് നിന്ന് കൈയുടെ അസ്ഥിഭാഗം ലഭിച്ചു. ഇത് കാർവാർ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചിട്ടുണ്ട്. ഇന്നലെ കിട്ടിയ ശരീരഭാഗങ്ങളിൽ നിന്ന് DNA പരിശോധനകൾക്കായി സാമ്പിളുകൾ അയച്ചു. മംഗളൂരുവിലെ റീജിയണൽ ഫോറൻസിക് ലാബിലാണ് പരിശോധന. 2 ദിവസത്തിനകം തന്നെ ഇതിന്റെ ഫലം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. This is a coordinated efforts from both the governments and all the multi-agencies, tank, all the policemen, disaster management people, SDRF, NDRF and Navy and all people who are involved in this operation. കർണാടക പോലീസിന്റെ ഒരു സംഘം നാട്ടിലേക്കുള്ള യാത്രയിൽ മൃതദേഹത്തെ അനുഗമിക്കും. മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള ചിലവുകൾ വഹിക്കുമെന്ന് കർണാടക സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നു. And we will give our vehicle to reach up to Kerala and Musharraf will be there and I'll also try to come. കാലതാമസം ഉണ്ടാവാതിരിക്കാൻ കേരള സർക്കാരിന്റെ ഇടപെടലും ഉണ്ടായിട്ടുണ്ട്. അതിനിടെ ദുരന്തത്തിൽ കാണാതായ ലോകേഷിനും ജഗന്നാഥിനും വേണ്ടിയുള്ള തിരച്ചിലും ഗംഗാവലിയിൽ തുടരുന്നു. 72 ദിനരാത്രങ്ങൾക്കിപ്പുറം തങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ തിരിച്ചുവരവും കാത്ത് കണ്ണിമ ചിമ്മാതെ കാത്തിരിക്കുകയാണ് കോഴിക്കോട്ടെ കണ്ണാടിക്കൽ ഗ്രാമം. ദുഃഖാർത്തരായ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒരു പരിധിവരെ ആശ്വാസം പകരുന്നതാണ് ഭൗതിക ശേഷിപ്പിന്റെ വീണ്ടെടുക്കൽ. ശിരൂരിൽ നിന്നും ഷാജു ചന്തപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.